സ്റ്റാർട്ട് അല്ലേ? ഇന്ന് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ? സൈലൻസർ ചെയ്തിരുന്നോ? മോഡിഫൈ ചെയ്തിരുന്നോ? അതോ സൈലൻസർ ഫുള്ള് ഇതില്ല, എൻഡ് ക്യാപ്പ് മാത്രം. എൻഡ് ക്യാപ്പ് മാത്രമല്ലേ? ആ, ഇലക്ട്രോണിക് അല്ല. എത്രയായി? അതിന് എത്രയാ? 25 ഇലക്ട്രോണിക്കിന് വില കൂടും. അത് ഞാൻ ഇത് ഉണ്ടായിരുന്നതാ, ഇലക്ട്രോണിക് ഉണ്ടായിരുന്നതാ. പവർ ലാഗ് ഉണ്ട്. ഫസ്റ്റ് മേടിച്ചപ്പോൾ എത്രയായിരുന്നു? 310 അല്ലേ? ഹോണ്ട കണ്ട സൈലൻസർ അത്യാവശ്യം വൈഡായിട്ട് എടുക്കണല്ലോ വണ്ടി. തിരിച്ചിടാൻ കുറച്ച് പാട്. റിവേഴ്സർ ഉണ്ടായിരുന്നു. സൗണ്ട് ഒന്നും കേൾക്കാൻ രസമുണ്ടാവും. നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഇവിടെ അത്ര കുഴപ്പമില്ലല്ലേ പോലീസിന്റെ ഒക്കെ? പോലീസുകാരുണ്ട്, പക്ഷെ നമ്മളെ എറണാകുളം പോലെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആ ജസ്റ്റ് ഇറങ്ങി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം റോഡ്. ഈ സൈഡ് മൂല അടുപ്പിച്ചെടുക്കുക. അപ്പൊ അത് പറഞ്ഞാൽ ജസ്റ്റ് വീട് എടുത്തു. താഴെ ചെറുതായിട്ട് റബ്ബർ മാതിരി കൊടുത്തിട്ടുണ്ടല്ലേ? നൈസ്. ഇപ്പൊ റീമാപ്പ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? സ്റ്റോക്കാണ്. റീമാപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കും. നല്ലൊരു വില ഇട്ട് കൊടുക്കും. വണ്ടി എൻജിൻ പരമായിട്ട് ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല. മെയിൻ്റെനൻസ് ചെയ്യാൻ മൈലേജിന്റെ ഒരു ഇഷ്യൂ കാരണം കൊണ്ടാണ്. സ്കൂൾ സമയത്ത് പോണ ഡ്രസ്സാണ്. റിയാക്ഷൻസ് അല്ലേ? അപ്പോൾ എടുത്ത് 3,10,000 എത്ര? 3,10,000 അല്ലേ? അപ്പോൾ വിൽക്കുകയാണെങ്കിൽ എത്രയാവും? സെയിം. എന്താ വെച്ചാൽ ഞാൻ പുതിയ ക്ലച്ചൊക്കെ കയറ്റിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് ഇന്ത്യയിൽ വർക്കൊന്നുകൂടെ എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു 2,90,3 അല്ലെങ്കിൽ 2,80 ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം കൊടുക്കും.
10 ശരിക്കും. ഇതിന് 3 മേലേക്ക് ഉണ്ട് ശരിക്കും റേറ്റ് വരുന്നത്. വെച്ചാൽ ഞാൻ 390 ആ റേറ്റിനെ കൊടുത്ത് സെയിൽ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ആ വണ്ടി ഞാൻ ഡയറക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യരുത്. അപ്പൊ അങ്ങനെ പൈസ എക്സ്ട്രാ അവര് 340 പറഞ്ഞത് വണ്ടി. ഞാൻ എക്സ്ട്രാ പൈസ തരില്ല, ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എടുത്തോളാം തന്നെ പറഞ്ഞത്. വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തു അല്ലേ? 390 എക്സ്ചേഞ്ച് ചെയ്തിട്ട് 2-3 വണ്ടി കൂടെ കാണിച്ചാൽ ഒരു സെൻ ഉണ്ട്, ഒരു 800 ഉണ്ട് ഓറഞ്ച്. ഈ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. സ്റ്റോറി ഇല്ല, അത് മോഡിഫൈഡ് ആണോ? ഈ സൈഡിലോ? അല്ല വണ്ടി എവിടെ? വണ്ടി ഞാൻ അങ്ങോട്ട് പോണ കുറച്ച് ഇതിപ്പോ പവർ എത്ര അറിയോ? എത്ര ഹോഴ്സ് പവറാ ഇത്? 150 145 HP. ടോർക്കോ? അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ. 2008 അല്ലേ? ഓനെ അങ്ങനെ ഇടയ്ക്ക് ഒരു ഹോട്ടൽ കൊടുത്തു. വണ്ടി ഐഡിലാകുമ്പോ അത്ര സൗണ്ട് ഇല്ല അല്ലേ? ഇങ്ങനെ ഐഡിലാകുമ്പോ നിക്കുമ്പോ ഇങ്ങനെ ലോ RPM അത് കുഴപ്പമില്ല, അതാ വേണ്ടതായിരിക്കും. ഞാൻ ക്ലച്ച് അപ്പ പിടിക്കും. ഇതിലിപ്പോ റേവ് മാച്ചിങ് ചെയ്യാറുണ്ടോ? ബാക്കിൽ നോക്കണം, ബൈക്കാർക്ക് ഒന്നാണ് ബിസി. ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണല്ലോ, നല്ല കട്ടിയില്ലല്ലോ ടയേഴ്സ്. ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ പമ്പുണ്ട്. ശബ്ദം വരിക, നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. സൈലൻസർ പോകുന്നുണ്ടാവല്ലേ? സൈലൻസർ വിട്ട് ഇങ്ങനെ നടക്കുന്ന സൈലൻസർ. AC ഒന്നും യൂസ് ചെയ്യാറില്ലല്ലേ? വേണ്ട വെറുതെ പറഞ്ഞ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുമ്പോ കുറച്ചുകൂടി ഫീല്. കുഴപ്പമില്ല, ആവശ്യമില്ല. ബ്രേക്സ് നല്ല ബൈറ്റ് ഉണ്ടല്ലേ? നല്ല ബൈറ്റില്ല, ആദ്യത്തെ അത്ര ബൈറ്റില്ല, കുറവെന്തായാലും. മഴയൊക്കെ വന്നാൽ ഞാൻ കുറച്ച് നല്ല ബൈറ്റ് കുറയും. ഇതേ ബ്രേക്ക് ഇത് ലൈറ്റ് ആയിരിക്കും, ബ്രേക്ക് ഡിസ്ക്. സ്കൂട്ടി ഞാൻ എടുക്കാം. ഇവിടുത്തെ രജിസ്ട്രേഷൻ എന്താ? 52 ആണോ? 55 അല്ലേ? പവർ രക്ഷയില്ല കേട്ടോ. ഞങ്ങൾക്ക് തരാം, വന്നാ എണ്ണ അടിക്കട്ടെ. എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട്
പവർ അപ്പോൾ ഇങ്ങനെ പെട്രോൾ സാധാരണ നടക്കില്ല അതോ പെർഫോമൻസ് പെട്രോൾ സാധല്ല? പെർഫോമൻസ് പെട്രോൾ ഇപ്പൊ അടുത്തല്ല വന്നത്. ഹൈ ഒക്ടേൻ. പെർഫോമൻസ് നിറച്ച് നോക്കിയുണ്ടോ? പെർഫോമൻസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കുറെ പഴയ വണ്ടിയാണല്ലോ, അപ്പൊ അത്ര ഒന്നും തോന്നില്ല. ഫ്യൂൾ ടാങ്ക് സൈഡാ, ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ 1 ലിറ്റർ എത്ര മൈലേജ് കിട്ടിയത്? അത് സിറ്റിയിൽ ഒരു 6-ന്റെയും 8-ന്റെ ഇടയ്ക്ക്, ഹൈവേയിലൊരു 10 പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. നീ ഓടിക്കണം, അതിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 6-8 അത്ര ഉണ്ടാവും. നമുക്ക് ഈ എക്സോസ്റ്റ് പിന്നെ ഈ ഇരുത്തം നമുക്ക് ഒരിക്കലും പതിയെ ഓടിക്കാൻ തോന്നൂല. അതെ. ഒന്നുകൂടെ താഴ്ത്തിക്ക്. ഉണ്ടാവുമല്ലോ. ഇൻഷുറൻസ് അല്ലേ? ഹൈവേല് പൊളിയാവല്ലേ? എത്ര ടോപ്പ് സ്പീഡ്? ഞാൻ 157 ഹൈവേ നല്ല റോഡ് കണ്ടേ, നല്ല റോഡ്. ഇപ്പൊ NH66 റെഡി ആയ പൊളിയാവല്ലേ? സ്പീഡ് ക്യാമറ ഒന്നുമില്ല. ഫ്രണ്ട് നിർത്തണം, ഇവിടെ നമ്മൾ കുഴപ്പമില്ല. നല്ല സ്മൂത്ത് ആട്ടോ. പിന്നെ ഇതും ഷോർട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അതെ, ഇങ്ങനെ ഫ്ലിക്ക് ചെയ്താൽ മതി.
എക്സാക്ട് സെയിം റീല്, അങ്ങനത്തെ ഒരു എക്സാക്ട് സെയിം റീല് കണ്ടിട്ടുണ്ട്. വണ്ടീൻ്റെ 10 കൂടുതലടാ. ഇത് എത്ര ഗിയറാ? 6 ആണോ? 5 സ്പീഡില്ല. മറ്റു വണ്ടികളെ കാണണം. ആ സ്ലോ ആക്കിട്ടാണ് ഈ വഴിക്ക് ഫ്രണ്ടിന്നാ ഈ വഴിക്ക് ഇതല്ലേ? കുറച്ചും കൂടി വഴിയിലേക്ക് എടുക്കാം. മറ്റൊരു വണ്ടി ഉണ്ടാവും, സെന്നെ എവിടെയാണ് അറിയില്ല. അവിടെ ഇവിടെ ഫുള്ള് റോഡ് ഇല്ല ഇവിടെ എന്തായാലും. ഇവിടെ സെക്കൻഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ വണ്ടി? ആ സെക്കൻഡിൽ വന്ന വണ്ടി എടുക്കാൻ പറ്റുമോ? പറ്റോ? ഇത് കുഴപ്പമില്ല, ഇത് തട്ടൂലെന്ന് പറയാം. ഇപ്പൊ ഈ ഒരു സ്റ്റാർട്ടാ ഇവിടെ ഇവിടെ സെന്ന് വരെയും സെന്ന് തട്ടുന്നല്ല. അത്ര ലോ ആണോ? അത്ര ലോ ആണ്. സ്ട്രീറ്റ് അല്ലേ? ആ ആളല്ല അപ്പോ ശരിക്കില്ല. ഈ നേരെ ഫ്രണ്ട് അങ്ങോട്ട് അവിടെ നോക്കട്ടോ. നേരെ സ്ട്രൈറ്റ് ഫ്രണ്ടിൽ കിടക്കണോ? സൈലൻസ് എല്ലാം കടച്ചിലായിരുന്നേ. ഓക്കെ അല്ലേ? അതില്ലേ? ഇതിലിപ്പോ ഇത് സ്റ്റോക്കല്ലേ? സ്റ്റോക്കല്ലേ സാധനം? വണ്ടി സ്റ്റോക്കാണോ അതോ ഐ മീൻ പവർ സ്റ്റോക്ക് കഴിഞ്ഞാല് എയർ ഫിൽറ്റർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഇത് വർക്കിംഗ് ആണോ? ഡബിൾ ബാരല്ല, മറ്റേ ഷോർട്ട് ഗിയർ. ഗിയർ ഷിഫ്റ്റ് എടുത്ത് കാലെടുക്കുമ്പോൾ അതുണ്ട് അതില്. ഓ ഫ്ലെയിം ആഡ് ചെയ്തിട്ടുണ്ട്. നൈസ്. വീൽസും കസ്റ്റം അല്ലേ? വീൽസും കസ്റ്റംസ് 15 ഇഞ്ചിന്റെ. ഇതിപ്പോ റീമാപ്പ് ചെയ്താണോ? റീമാപ്പ് ഇല്ല, ചെറിയ ചെറിയ കുറച്ച് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിലെന്താ കാറ്റില്ല ഇപ്പോ? കിട്ടി ടയർ വേറെ കിട്ടാൻ കുറച്ച് പാടാ, നല്ല വിലയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതും അതിനാണ് ലോവർ ആട്ടോ. അവിടെ ലോവറാ, പക്ഷെ കുറച്ച് നല്ല ഇരുന്ന ഞാൻ ഫുള്ളും താവും. നല്ല സ്മൂത്ത്. ഇതിന്റെ സസ്പെൻഷൻ ഇത്ര അത് മറ്റേ ഇതല്ല, സ്പ്രിംഗ് അല്ല, ഇത് ലീഫ് സ്പ്രിംഗ് വരാ. ഓ ഫ്രണ്ടത്തെ ഫ്രണ്ട് സ്പ്രിംഗ് വരുന്നത്, ബാക്കിൽ ലീഫ് സ്പ്രിംഗ് വരാ. ഇത് നൈസ് ആയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒരു ചിൽ ലുക്കിന് വേണ്ടി. ഇത് ഡിആർഎല്ലുണ്ട്, അങ്ങനെ ഒരു ഡെവിൽ ലുക്ക് ആയി. സെന്നിപ്പോ എവിടെ? സെന്ന് നമ്മൾ കമ്പനിക്കാരെ വീട്ടില വേറെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം കോമ്പാക്റ്റ് അല്ലേ ഇഞ്ചിൻ? ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ
വലിയ ചോര ആ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സേഫ്റ്റി കാരണം കുറച്ചുകൂടി ഇങ്ങനെ ആ അപ്പം ഇത് അത്യാവശ്യം നല്ല മെറ്റലൊക്കെ നല്ല ആ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ക എഞ്ചിൻ പെർഫെക്റ്റാ. ഇൻലൈൻ 4 അല്ലേ? പക്ഷെ നൈസാ പഠിച്ചോ. കസ്റ്റം ഓണല്ലേ. ബാറ്ററി ഊരി യൂസ് ചെയ്യല്ലേ? ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ജമ്പ് സ്റ്റാർട്ട് ചെയ്യാനല്ലേ? ബ്ലാക്ക് സ്പൈഡർമാൻ ഒക്കെ ഉണ്ടല്ലേ? ആ വാൾവോട്രോണിക് അല്ലേ? ലൈറ്റ് വർക്കാവില്ല? അത് വർക്കാവില്ല? ആ റൈറ്റ് സൈഡത്തെ ലൈറ്റ് ഈ അറിയില്ല. ആ ഇപ്പോൾ കറക്റ്റ് ലുക്കില്ലേ? പിന്നെ ഇങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും പിന്നെ എന്തൊക്കെയോ സംഭവിക്കും.
ലാഗ് ഇല്ലല്ലേ ഇതിന്? ലാഗില്ല, ക്ലച്ച് പുതിയ ക്ലച്ച് ആയതുകൊണ്ട് എഞ്ചിൻ ഹോണ്ടന്റെ എഞ്ചിൻ പെർഫെക്റ്റ് അല്ല. ഈ ടൊയോട്ടോന്റെ അതേ ലൈഫ് തന്നെ ഹോണ്ടയ്ക്ക് അത് ഏകദേശം കിട്ടും. ബാക്കിയുള്ള എഞ്ചിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗണ്ട് നമ്മൾ കൊടുക്കുമ്പോ ഒരു രീതി കൊടുക്കണം. അപ്പോഴാണ് ഫീൽ അറിയുള്ളൂ. ഒരു കറക്റ്റ് RPM ഉണ്ടാവും. ആ റേഞ്ച് കാല് കൊടുത്ത് പൊട്ടും. നമ്മള് വെറുതെ കാല് കൊടുത്ത് നല്ല കൊണ്ട് കൊടുക്കുക, ഗിയർ ഇടുക, അതിന് കാര്യമില്ല. നമുക്കൊരു ആ ഒരു എൻജോയ്മെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ രീതിക്ക് ഗിയർ മാറ്റി ഷിഫ്റ്റ് ചെയ്യണം. ഇത് ആദ്യം പൊട്ടിയായിരുന്നോ ഈ സൈലൻസർ? ഞാൻ ചെറിയ പൊട്ടില്ല, മറ്റേതാ വലിയ ഇതാവത്ത് വന്നോണ്ടേ. ഇവിടേക്ക് കേറുമ്പോ ഫ്രണ്ട് തട്ടാറുണ്ട്. മൊത്തം റോഡ് നല്ല ഇവിടെയാണ് സീനല്ലേ. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടോ റൈറ്റ് സൈഡില്, അവിടെ കയറ്റാൻ പറ്റൂല. അവിടെ സൈലൻസർ വെൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫുൾ പണി, ബമ്പർ കൈ പിടിക്കേണ്ടി.